ഗുഡ് മോർണിംഗ്. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വൈകുന്നേരം ഒരു 3 മണി ഒക്കെ തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ, 3 മണി തൊട്ട് ഒരു 6 മണി വരെയുള്ള വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ആൾ. അപ്പോൾ നല്ല രീതിയിലുള്ള വീഡിയോസ് തന്നെയാണ്, ബാഡ് കമൻറ്റുകളൊന്നുമില്ല, ഉള്ള കമൻറ്റുകൾ നല്ല രീതിയിലുള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ആ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ്, അധികമായിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് നമ്മളെ ഈ തൊടി, പാടം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പാടല്ല കേട്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുക. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ ഉൾപ്പെടുത്തണുള്ളൂ. അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് അത് ഉൾപ്പെടുത്താതിരിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാനിവിടെ എനിക്കെന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് കാണുമ്പോൾ നല്ല സ്ഥലങ്ങളായിട്ട് തോന്നാം. നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗം ചിലപ്പോൾ അങ്ങനെ തോന്നിയില്ലെങ്കിൽ നമുക്ക് വേറെ തോന്നില്ലേ, അതുപോലെ അവർക്കും തോന്നുന്നുണ്ടായിരിക്കും. ഇത് കാണാത്ത സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയണത്. ഞാനെന്താ വെച്ചാൽ എനിക്ക് പ്രത്യേകതകളായിട്ടൊന്നും തോന്നിയിട്ടില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ശല്യമില്ലാത്ത രീതിയിൽ പച്ചപ്പൊക്കെയുള്ള അത്യാവശ്യം അങ്ങനെ ഒരു രീതിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഞാനതിൽ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടുമില്ല. എങ്കിൽ കൂടെ ഇനി ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനെങ്കിലുമൊക്കെ ഇറങ്ങുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. എന്നാലും ഞാൻ ശ്രമിക്കാം കേട്ടോ. എനിക്ക് നല്ല രീതിയിലുള്ളൊരു കമൻറ്റ് തന്നെയാണ് ആ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ എൻ്റെ കമൻറ്റുകൾ ആൾ വാച്ച് ചെയ്തിട്ടുണ്ട്, എൻ്റെ സബ് ആൾ വാച്ച് ചെയ്തിട്ടുണ്ട്, എൻ്റെ വ്യൂസ് ആൾ വാച്ച് ചെയ്തിട്ടുണ്ട്, എൻ്റെ വീഡിയോ ആൾ വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കണ്ട് വാച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കമൻറ്റാണ് എനിക്ക് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവർ കുഴപ്പം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. പക്ഷേ ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരികയാണ്. അത് ആൾ സബ് വന്നതാണ്, പുതിയൊരു ഫാമിലി മെമ്പറാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഞാൻ എല്ലാവരോടും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ അതിന് വേണ്ടിയിട്ടും കൂടെ ഒന്ന് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോവാം അല്ലേ. അപ്പോൾ ഇത് ഒരു 3 മണി ആകുന്ന ആ ഒരു ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പൂസിൻ്റെ മുടി. ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ചൊവ്വയാണ് ഈ ദിവസം, വീഡിയോ എടുക്കുന്ന ദിവസം ചൊവ്വാഴ്ചയാണ്. അപ്പൂസിൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് ആൾ ഷോപ്പിൽ പോയിട്ട് മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സമ്മതിച്ച് തരില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ആകെ നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ അലമ്പൊക്കെ ആവുന്ന ഒരു സമയമാണ് കേട്ടോ. മനുവിന് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അത്ര പ്രശ്നം എന്നല്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആളെ പുറത്ത് കൊണ്ടുപോയിട്ട് തന്നെയാണ് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, ഏട്ടനിതുപോലെ ഇങ്ങനെ ചെയ്യുന്നത്. ഏട്ടൻ മിഷീൻ വെച്ചിട്ടാണ് ചെയ്യണത്. ഞാൻ എന്ത് ചെയ്തു, കത്രിക വെച്ചിട്ട് ഇപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. എന്നിട്ട് പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തീരുമല്ലോ അപ്പോൾ പരിപാടി, അങ്ങനെ ചെയ്തതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഏട്ടൻ ഇതുപോലെ വെച്ച് റെഡിയാക്കി എടുത്തു. എന്നിട്ട് പുറത്ത് കൊണ്ടുപോയി വെട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൊവ്വാഴ്ചയാണ് എന്നുള്ള ഓർമ്മയില്ലാതെയാണ് ആളെ മുടി വെട്ടിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അബദ്ധം പറ്റി. ഇവരെന്ത് ചെയ്തു, മുടിയൊക്കെ വെട്ടി റെഡി ആയതിന് ശേഷം അപ്പൂസും മനുവും ഏട്ടനും കൂടെ
ടൗണിലേക്ക് പോയി മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ടൗണിൽ ആവശ്യം പോകാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയി കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവർ പോയി എന്ന് കണ്ടാൽ എനിക്ക് ആദ്യമുള്ള പരിപാടി, എപ്പോഴുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ മാറാല തട്ടാൻ പോകലാണ് കേട്ടോ. അപ്പൂസ് ഇവിടെ ഇല്ല എന്ന് കണ്ടാൽ എനിക്ക് അന്ന് മാറാല തട്ടണം. കാരണം ഉള്ള സമയത്ത് ഭയങ്കര റിസ്ക്കാണ് അപ്പൂസ് ഉണ്ടാകുമ്പോൾ മാറാല തട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. മാറാല തട്ടുക, നമ്മൾ ചുമരൊക്കെ പൊടിയൊക്കെ തട്ടിയെടുക്കില്ലേ, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അപ്പൂസ് ഉണ്ടാകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയ ആ ഒരു പണി ഞാൻ വേഗം മുറ്റത്തുള്ളതൊക്കെ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അതേ വേഗം മാറാലൊക്കെ തട്ടിയെടുത്ത് നമ്മൾ അടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ചൊവ്വാഴ്ചയാണെന്ന് ഓർക്കാതെ ഇവർ പോയി കഴിഞ്ഞപ്പോഴാണ് കട തുറന്നിട്ടില്ല, ഷോപ്പ് തുറന്നിട്ടില്ല മുടി വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിന്നു. പിറ്റേ ദിവസം നമ്മൾ മുടി വെട്ടിയിട്ടില്ല കേട്ടോ. പിറ്റേ ദിവസം ഏട്ടൻ വർക്കിന് പോയി. പിന്നെ ഞാനൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ, കാരണം ഞാൻ സ്ഥിരമായിട്ട് ഞാനല്ല മുടി വെട്ടിക്കാൻ കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട, ഒരു ദിവസം കഴിഞ്ഞിട്ട് ഏട്ടൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ അവൻ ഒറ്റയ്ക്ക് ഇരിക്കണുണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുപോയിട്ട് എനിക്ക് ചെയ്യിപ്പിച്ചെടുക്കാമായിരുന്നു. ഇത് അവൻ എൻ്റെ മടിയിൽ ഇരുന്നിട്ട് വേണം മുടി വെട്ടാൻ നിൽക്കണമെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ വേണ്ട, ഏട്ടനുള്ള ദിവസം പിറ്റേ ദിവസം ഒരു ദിവസം വൈകിയാലും ഏട്ടൻ തന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എന്നെ വിളിച്ച് പറയുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഏതായാലും അത് ചിരി പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ദിവസം കഴിഞ്ഞിട്ട് വെട്ടാം. പക്ഷേ വെട്ടിയെടുത്തോളം ഏകദേശം വൃത്തികേടില്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടൊക്കെ ഉള്ളത്. അതുകൊണ്ട് ആരെങ്കിലും കണ്ട അയ്യേ എന്തായി കാണിച്ച് വെച്ചിരിക്കണേന്ന് പറയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ വന്നു കേട്ടോ. പിന്നെ വന്നതിന് ശേഷം കുറച്ച് ക്യാമറാമാൻ, പിന്നെ മനുവൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മനുവിന് പേപ്പറിൽ വന്നിട്ടുള്ളൊരു ഫോട്ടോയാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാര്യം അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ വീഡിയോയിൽ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പേപ്പറിൽ ഇങ്ങനൊരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു. ആ കോണ്ടസ്റ്റിൽ അയച്ചു കൊടുത്തതാണ് കേട്ടോ. ഒരു പിക്ചർ, അവൻ വരച്ചിട്ടുള്ള ഒരു പിക്ചർ. അവൻ കൊറോണ ടൈമിൽ, അതായത് അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു ടൈമിൽ അവൻ വരച്ചിട്ടുള്ളൊരു ചിത്രമായിരുന്നു അത് കേട്ടോ. അതെടുത്തിട്ടാണ് അയച്ചു കൊടുത്തത്. അത് അയച്ചു കൊടുത്ത് പിന്നെ അവർ ഇത് വരച്ച കുട്ടിയുടെ ഫോട്ടോ ചോദിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ടൈമിലുള്ള ഫോട്ടോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത്. ഈ ഒരു ടൈമിൽ അന്ന് അവൻ ചിത്രം വരച്ച ടൈമിൽ അവൻ 2ാം ക്ലാസ്സിലും ഇപ്പോൾ അവന് 6ാം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷനും ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിലുള്ള ഫോട്ടോയാണ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് രാവിലെ പേപ്പറിൽ, അതായത് ഇന്നലെ രാവിലെ പേപ്പറിൽ ഈ സംഭവം കണ്ടപ്പോഴും അവൻ കണ്ടിട്ടില്ല കേട്ടോ, ഏട്ടനാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ കണ്ടിട്ട് ഇത് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഇവനെ കണ്ടിട്ടില്ല. പേപ്പറിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അവൻ നോക്കുന്നുണ്ട് എന്നല്ലാതെ ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൻ കണ്ട സമയത്താണ് ഒരു ചിരിച്ചുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അപ്പോഴാണ് അന്തം വിട്ട് നിൽക്കുന്നത് എന്ത് സംഭവം എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ഞാനത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവൻ ആദ്യം വരയ്ക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. കംപ്ലീറ്റ് വരയ്ക്കുന്നതല്ല അവൻ വരച്ചിരിക്കുന്നത്. അങ്ങനെ എന്തൊക്കെയോ ഒരു കുറച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഷെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പിന്നെ മുടിയൊന്നും വെട്ടിയില്ലല്ലോ, ഒക്കെ ഇവരൊക്കെ പുറത്ത് പോയി വന്നു. പിന്നെ ഇപ്പോൾ ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ, ഒരു സിപ്പപ്പ് ഉണ്ടല്ലോ, നമ്മളെ മഞ്ചാടിയുടെ ഉപ്പും പുളിയും ഒക്കെ ഉള്ളൊരു സിപ്പപ്പ്. ആ സിപ്പപ്പ് വാങ്ങുന്നൊരു പരിപാടി കേട്ടോ. എനിക്കും ഇഷ്ടമാണ്. ഞാൻ എന്നിട്ട് കഴിഞ്ഞ വർഷം അത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കവറിലൊന്നും അല്ല കേട്ടോ. സിപ്പപ്പ് വാങ്ങുന്നത് ഒരു കവറിലല്ലേ, ആ കവറിലൊന്നും അല്ല, അല്ലാതെ നമ്മൾ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ആ മാങ്ങയൊക്കെ ഇങ്ങനെ ഇതുപോലെ മുളകും അതുപോലെ വിനാഗിരിയും ഉപ്പും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ അടിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉപയോഗിക്കുക നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളാ വെക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ വെയിറ്റ് ചെയ്യുള്ളൂ. അതിന് മുന്നേ നമ്മളത് കഴിച്ചു തീർക്കും. അങ്ങനെയാണ് കേട്ടോ. എങ്ങനെയായാലും നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് നിൽക്കില്ല. ഉണ്ടാക്കും കഴിയും അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇക്കൊല്ലായപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞിട്ടുള്ളത് പുറത്ത് പോയി വരുമ്പോൾ ഇത് വാങ്ങണം എന്നാണ് കേട്ടോ പറയണത്. ഞാനതിൻ്റെ ഒരു ഷോട്ടും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതിൽ ഞാൻ ഈ മഞ്ചാടി സിപ്പപ്പിനെ കുറിച്ചാണ് പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആൾക്ക് എന്താണ് ഡയറി മിൽക്കാണ് ഇഷ്ടം എന്ന് അങ്ങനെ പറഞ്ഞിട്ടൊരു കമൻറ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിത് ഓർത്തപ്പോൾ പറഞ്ഞതാണേ. തീ കത്തൊക്കെ തീ കത്ത് പിന്നെ ഇതാ ഞാനും അപ്പൂസും കൂടെ ഇറങ്ങിയിട്ടുണ്ട്, മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ വെള്ളം തിളപ്പിക്കാനുള്ള ഒരു ടൈം ആയപ്പോൾ ഞാനിങ്ങനെ തിരഞ്ഞ് നടക്കുകയാണ്. വേറെ നല്ല ഉണങ്ങിയ വിറക് കിട്ടണം വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിങ്ങനെ ചുറ്റും നോക്കിയ സമയത്താണ്, ഏട്ടനാണോ മനുവാണോ എന്നറിയില്ല, മുകളിലേക്ക് കയറിയ സമയത്ത് അവിടെ നിന്ന് 2 മട്ടലും കെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണെങ്കിലും ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതാണ് നമുക്ക് കത്തിക്കാൻ സുഖം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെട്ടാൻ അത്ര സുഖമൊന്നുമില്ല കേട്ടോ. ഏതായാലും ഞാൻ ഓലക്കടി പോലും വെട്ടിയിട്ട് തിന്ന് അങ്ങോട്ട് വേറിട്ട് പോകുന്നില്ല കേട്ടോ, അങ്ങനത്തെ രീതിയിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരുവിധം ഞാനൊരു 2 മട്ടൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ചകിരിയും കൂടെ ഇട്ടിട്ട്, ചകിരിയും ചിരട്ടയും അതുപോലെ 2-3 വിറക്, ഒരു 4 വിറകും കൂടെ, അത് മട്ടലിൻ്റെ പീസും കൂടെ വെച്ച് കൊടുത്താൽ നമ്മളെ വെള്ളം തിളച്ചോളൂ കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ 2 മട്ടൽ കിട്ടിയപ്പോൾ 2 പ്രാവശ്യത്തെ വെള്ളത്തിനുള്ളതായിട്ടുണ്ട്. അത്രയും ഞാൻ എടുത്ത് വയ്ക്കാറുള്ളൂ. നമുക്കിത് പച്ചയാവുന്ന സമയത്ത് വെട്ടിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് വെട്ടാൻ പറ്റും കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് പിന്നെ ഇത് എടുത്ത് വെക്കാനുള്ള സൗകര്യം കുറവുകൊണ്ടാണ് കേട്ടോ വെട്ടി വയ്ക്കാതിരിക്കണേ. വേനൽക്കാലത്ത് മാത്രമേ വെള്ളം എടുക്കാറുള്ളൂ, അതുകൊണ്ടാണ്. പണ്ട് എന്താ പറയുക, നമ്മൾ ഫുള്ള് ഉടായ്പ് പരിപാടിയായിരുന്നു കേട്ടോ. പണ്ട് നമ്മൾ മട്ടലൊക്കെ വെട്ടുന്ന സമയത്ത് വെട്ടൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ, ബാക്കി നന്നാക്കൽ ഒക്കെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യും. അപ്പോൾ നമ്മൾ വെട്ടി അങ്ങോട്ട് കറച്ചിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ സുഖം, ആ സുഖമുള്ള പരിപാടി നമ്മൾ ചെയ്തിട്ട് പോരും. പിന്നെ റിസ്ക്കുള്ള പരിപാടിയൊക്കെ വരികയാണ് കേട്ടോ. അവിടെ ക്ലീൻ ചെയ്യണം, അതൊക്കെ അടുക്കി പെറുക്കി വെക്കണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഉടായ്പ പരിപാടി എടുത്ത് പോരും കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ വെട്ടണം, നമ്മൾ തന്നെ എടുത്ത് വെക്കണം, നമ്മൾ തന്നെ അവിടെ ക്ലീൻ ചെയ്യണം, നമ്മൾ തന്നെ വെള്ളം ഉണ്ടാക്കുകയും വേണം. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പരിപാടിക്കും ഉടായ്പ പരിപാടി എടുത്തുകൊണ്ട് നടക്കുകയാണ്. പിന്നെ അതേ വെള്ളം തിളപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ഒരു 6 മണി വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ വെണ്ണീരൊക്കെ ഒന്ന് വാരിയെടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബോക്സാണ് കേട്ടോ ഇത്. അതിൽ നിന്ന് മീൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കൊട്ടിയ സമയത്ത് അത് ഐസായിട്ട് നിൽക്കുന്ന ഒരു ടൈമല്ലേ, അത് പൊട്ടിയപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വയ്യല്ലോ, അപ്പോൾ പിന്നെ എടുത്തിട്ട് വെണ്ണീരൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ അതേ ഞാൻ വേഗം വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ രാത്രിക്കുള്ള ചോറ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ 2 നേരമായിട്ടാണ് ചോറ് വയ്ക്കണത്, ഇല്ലാന്നുണ്ടെങ്കിൽ ചോറ് കേട് വന്ന് പോകുന്നുണ്ട് കേട്ടോ, ചൂട് കാരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രിക്കുള്ള ചോറും വെച്ചു. പിന്നെ കുറച്ച് മാങ്ങ എന്താ പറയുക, പുളിശ്ശേരിയില്ലേ, മാമ്പഴ പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. കുറച്ച് കറിയും ഞാൻ ഉണ്ടാക്കിയിട്ട് വേഗം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. തണുത്ത ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ 2 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം എന്നാണ് പൊതുവേ പറയുക കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ ബാക്ടീരിയ ഉണ്ടാകും. നമ്മൾ ഏതൊരു ഭക്ഷണം പുറത്ത് വെച്ചാലും 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക് അതിൽ ബാക്ടീരിയ ഒക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. ഇനി അതിനാരും വിമർശനവുമായിട്ട് വരരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടൈമിൽ ഇത് വേഗം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എന്താ പറയാനുള്ളത്, നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി എന്നും വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന്
പ്രാർത്ഥിക്കണം എനിക്ക് എന്നും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റണേന്ന് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അത്ര നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക, സേഫായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ബൈ ബൈ, സി യു, ടേക്ക് കെയർ.